സാംസങ്ങിന്റെ സാംസങ് S24 FE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S24 FE എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.65 ഇഞ്ചിന്റെ ഫുൾ HD+ ഡിസ്പ്ലേ വന്നേക്കാം. അമോലെഡ് ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. S23 FEയിൽ 6.4 ഇഞ്ചിന്റെ ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഡിസ്പ്ലേ സൈസിന്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസവും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പഞ്ചോൾ ഡിസൈൻ ഈ ഫോണിൽ വന്നേക്കാം. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. പിന്നെ ഡിസ്പ്ലേയിൽ 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം തിരക്കില്ലാത്ത ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഫോണിന്റെ തിക്നെസ് വരിക 8 mm ആയിരിക്കും. പിന്നെ IP67 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യം തന്നെയാണ്. നല്ലൊരു IP റേറ്റിംഗ് ഇതിൽ വന്നേക്കാം. പ്രോസസ്സറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണ് ഇപ്പം ഗീക്ബെഞ്ച് സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സിനോസിന്റെ 2400 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഫോണിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സെയിം പ്രോസസ്സർ തന്നെയാണ് സാംസങ്ങിന്റെ S24, S24 എന്നീ ഫോണുകളിൽ വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു പ്രോസസ്സർ ഇതിൽ വന്നേക്കാം. പക്ഷെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും FE സീരീസിൽ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു വെർഷനും അവർ ലോഞ്ച് ചെയ്യാറുണ്ട്. US-ലൊക്കെ ആ ഒരു വെർഷനായിരിക്കും മിക്കവാറും ലോഞ്ച് ചെയ്യുക. സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന പ്രോസസ്സർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ വന്നേക്കാം. പിന്നെ ഇന്ത്യയിൽ ഏത് വെർഷൻ ലോഞ്ച് ചെയ്യുമെന്ന് വെച്ചാൽ ചിലപ്പോൾ 2 വെർഷനും ലോഞ്ച് ചെയ്തേക്കാം. ഇന്ത്യയിൽ മുമ്പ് എക്സിനോസിന്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷനും സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷനും ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആദ്യം മിക്കവാറും എക്സിനോസിന്റെ പ്രോസസ്സറുമായിട്ട് വരുന്ന വെർഷനായിരിക്കും ലോഞ്ച് ചെയ്യുക. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കൺഫർമേഷൻസ് ഒന്നും വന്നിട്ടില്ല. പിന്നെ വേറൊരു കാര്യമുണ്ട്, ഇക്കൊല്ലം സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സറുകളിൽ 8s Gen 3 എന്ന ഒരു പ്രോസസ്സറും കൂടി അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ചിലപ്പം കോസ്റ്റ് കട്ടിങ്ങിന്റെ ഭാഗമായിട്ട് ആ ഒരു പ്രോസസ്സറും ഉപയോഗിച്ചേക്കാം. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കൺഫർമേഷൻസ് വന്നിട്ടില്ല. എന്തായാലും ഗീക്ബെഞ്ച് സൈറ്റിൽ എക്സിനോസിന്റെ 2400 എന്ന പ്രോസസ്സറുമായിട്ട് വരുന്ന ഒരു വെർഷൻ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഈ 2 പ്രോസസ്സറുകളിൽ ഞാൻ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് ചോദിച്ചാൽ സ്നാപ്ഡ്രാഗന്റെ പ്രോസസ്സറാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. എന്തായാലും അതിനെ പറ്റിയിട്ടുള്ള കറക്റ്റ് കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. ഈ ഒരു ഫോണിന്റെ 8GB RAM വെർഷനും 12GB RAM വെർഷനും വന്നേക്കാം. ഇന്റർണലിന്റെ കാര്യത്തിൽ 128GB ഇന്റേണൽ വെർഷനും 256GB ഇന്റേണൽ വെർഷനും വരുന്നതായിരിക്കും. NFC പോലുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരുന്നതായിരിക്കും. Android 14 ബിറ്റ് 1U സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരാനാണ് സാധ്യത. 50 MP മെയിൻ ക്യാമറ സെൻസർ ഈ ഫോണിൽ വരുന്നതായിരിക്കും. ഇത് സാംസങ് GN3 സെൻസർ ആയിരിക്കും. സെൻസർ സൈസ് വരിക 1/1.57 ഇഞ്ച് ആയിരിക്കും. വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 12 MP അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും 10 MP ടെലിഫോട്ടോ ലെൻസും ഇതിൽ വന്നേക്കാം. ഇതിൽ വോയിസിന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിലും 10 MP സെൽഫി ക്യാമറ വരാനാണ് സാധ്യത. അപ്പം ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ S23 FE ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര വലിയ അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 4500 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതായിരിക്കും. അപ്പം ഭയങ്കര വലിയൊരു ബാറ്ററി കപ്പാസിറ്റി ഒന്നും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. 25 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വന്നേക്കാം. പിന്നെ 15 വാട്ടിന്റെ വയർലെസ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. വയർലെസ് ചാർജ് സപ്പോർട്ട് പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നതായിരിക്കും. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ S23 FE എന്ന ഫോണിലും ഏകദേശം ഇതുപോലുള്ള ഒരു ബാറ്ററി സെറ്റപ്പ് തന്നെയാണ് വന്നിട്ടുള്ളത്. ബാറ്ററിയുടെ കാര്യത്തിലും കാര്യമായിട്ടുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും മിക്കവാറും സ്നാപ്ഡ്രാഗൺ 8 Gen 4 പോലുള്ള പ്രോസസ്സറൊക്കെ അനൗൺസ് ചെയ്തതിന് ശേഷമായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യുക. അപ്പം ഈ ഒരു കൊല്ലം അവസാനമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം സ്റ്റാർട്ടിങ്ങിലായിട്ട് ഈ ഫോൺ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. എന്നാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള S23 FE എന്നുള്ള സ്മാർട്ട് ഫോൺ 37,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് അവൈലബിൾ ആണ്. അപ്പം ഈ ഒരു ഫോണിന്റെ വില അതിനടുത്തൊക്കെ ആയിട്ട് വന്നേക്കാം. ഒരു 40,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ചിലപ്പം ലോഞ്ച് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി കൂടിയൊരു പ്രൈസിംഗിൽ ലോഞ്ച് ചെയ്തിട്ട് പിന്നീട് ഈ ഒരു ഫോണിന്റെ വില ഒരു 35,000 to 40,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ട് എത്തിയേക്കാം. എന്തായാലും കൺഫർമേഷൻസ് ഒന്നുമില്ല. എന്തായാലും സാംസങ് S24 FE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യൻ മാർക്കറ്റിൽ നിങ്ങൾ ഏത് പ്രൈസിംഗിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.